ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാനാർ ഫുട്ബോൾ ഗ്രൗണ്ടില് KPSC നാരായണത്ത് ഭ്രാന്തൻ, കല്ലിയങ്കാട്ട് നീലി, പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ താഴെ പുഴയിലെ കണ്ടിട്ടില്ല, നമ്മുടെ അയലോക്കക്കാരൻ, നിങ്ങളെ അയലോക്കക്കാരാ. അപ്പോ അന്ന് ഞാനത് പോയി നാരായണത്ത് ഭ്രാന്തൻ കണ്ടു. എന്താ നാരായണത്ത്? ഇത് നോക്ക് കുട്ടികളെ, ഈ ഇരിക്കുന്ന ആഫ്രിക്കനായ കുട്ടികൾ പഠിക്കുന്നത് മരിക്കാൻ ഓതാനുള്ള കിതാബാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇത് വെക്കുമ്പോ മുത്താനും എടുക്കുമ്പോ പിന്നെ 3 പ്രാവശ്യം മുറിച്ചു മുത്താനും അല്ല. ഈ സാധനം KPSCയുടെ നാരായണത്ത് ഭ്രാന്തൻ. ഞാനൊരു ഒരു 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 ഗവേഷണത്തിന്റെ വാതിൽ തുറന്നു തരികയാണ്. ഒരു വാതിൽ തുറക്കണം, ഇവിടെ നിങ്ങൾ കടന്നു നോക്കിക്കൊള്ളുക. നാരായണത്ത് ഭ്രാന്തൻ ആരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലോട്ട് കല്ല് ഉരുട്ടി കയറ്റി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നേരം ചവിട്ടി കയറ്റിയ കല്ല് അവിടെ ഉരുട്ടി താഴോട്ട് വിട്ടിട്ട് ഇതല്ലേ നാരായണത്ത് ഭ്രാന്തൻ ആണല്ലോ. അത് കണ്ടിട്ട് കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കഥാപാത്രം ഇല്ലെന്നാണ് കാളിദാസ് കൃഷ്ണനായർ അല്ലേ. എന്നാൽ മോനെ ഇത് എവിടെ നിന്നാ? ഖുർആൻ പറയുന്നുണ്ട്, വലാ തകൂനു കല്ലതീന കലത ഗസിലാ മിൻ ബഅദി ഖുവത്തിന അൻകാഹാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് വൈകുന്നേരം ആ നൂറ്റ നൂല് തിരിച്ചു കിടക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവാൻ പാടില്ല. മക്കയിലൊരു പെണ്ണുണ്ടായിരുന്നു, അവളുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചൂട്ടുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറക്കുക. അപ്പൊ നാരായണത്ത് ഭ്രാന്തൻ അവിടെ ഉണ്ടായി. ചിന്തിക്കു കുട്ടികളെ. ഡൽഹി ശാസ്ത്ര കോൺഫറൻസിന്റെ പ്രബന്ധത്തിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചത് പുഷ്പക വിമാനമാണ് ലോകത്തിലെ വിമാനത്തിന്റെ ആദ്യത്തെ റോൾ മോഡൽ. ഈ കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ സർക്കാർ വാടകയ്ക്കെടുത്ത ആളുകൾ അവതരിപ്പിച്ചത് ലോകത്തിലെ ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ആദ്യത്തെ പ്ലാസ്റ്റിക് സഫാരി ഗണപതിയുടെ തലവെട്ടിട്ട് അതിന്റെ മുകളിൽ ഞാൻ നോക്കണമെന്നുണ്ടാ എന്റെ കാര്യം എന്നാ വിവരമുള്ള മുഴുവൻ ഹിന്ദുക്കളും പറഞ്ഞു ഇത് ഭാരത ദർശനത്തെ അപമാനിച്ചു. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ പോലും പറഞ്ഞു ഇത് അന്ധവിശ്വാസത്തിലും അബദ്ധത്തിലും നിത്യാനാരായണങ്ങൾ ശാസ്ത്രബോധം തൊട്ടുനിന്നിട്ടില്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഗണപതിയുടെ തലവെട്ടിയിട്ട് അതിന് മുകളിൽ ആനയുടെ തല വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. അർജുനനും സൂര്യപുത്രനായ കർണനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അസ്ത്രം കൂട്ടിയെടുത്തപ്പോഴാണ് ആദ്യത്തെ വൈദ്യുതി ഉണ്ടായത്. ഏത് മണ്ഡലത്തിലും ആരെങ്കിലും പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനമെന്ന്. അബ്ബാസ് ബിൻ സർഫറാസ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സൂറത്തിൽ മുൽക്കോലിക്കൊണ്ടിരിക്കുമ്പോ അവനം ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ആകാശത്തിൽ പറക്കുന്നത്? അത് പടച്ചിറപ്പ് വീടാണ് പിടിച്ചു നിർത്തിയത് കൊണ്ടാ. അബ്ബാസ് ബിൻ സർഫറാസ് ചിന്തിച്ചു, പക്ഷിക്ക് പറക്കാമെങ്കിൽ മനുഷ്യനെ പറഞ്ഞുകൂടാ. സൂറത്തുൽ മുൽക്കിന്റെ ആയത്തോറിയപ്പോ അദ്ദേഹം മുതുകത്തിരന്റെ ചിറക് കെട്ടിവെച്ചിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി പറക്കല് നടത്തി. 7 മിനിറ്റ് അദ്ദേഹം അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്നു. സൂറത്തുൽ മുൽക്കിന്റെ ആയത്ത് കണ്ടപ്പോ തോന്നിയ ഗവേഷണമാണ്. പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ മറന്നുപോയി. ആ പറക്കലിന് വീണ് അദ്ദേഹം മരിച്ചുപോയി. അബ്ബാസ് ബിൻ സർഫറാസിന്റെ ആദ്യത്തെ പറക്കലാണ്. വിമാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായിടന്ന് റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ പച്ചവെള്ളം ചേർക്കാറ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരെ നേട്ടോ? പറമോനിൽ ആരെ നേട്ടോ? ഖുർആൻ പുഷ്പകുമാരൻ. എന്റെ അതിനെ അല്ലാഹു തൗഫീഖ്. നാളെ ഞാൻ തലച്ചറ പ്രസംഗിക്കരുത്. ഖുർആൻ സാധിച്ച വിപ്ലവം. ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്. ജനസംഖ്യാശാസ്ത്രം ആദ്യം പറഞ്ഞത് ഖുർആനാണ്. ബയോളജി പറഞ്ഞത് ഖുർആനാണ്. നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം പറയണോ? ഇത്രേ അവള് വിഷയമാണ്. വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല. ഞാൻ ഉദാഹരണം പറയാം. നാളെ ഇതിന്റെ ബാക്കി ഞാൻ തലച്ചറ പറഞ്ഞിട്ടുണ്ട്. വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ് വെജ. അറ്റാക്ക് വരുമ്പോൾ ഡോക്ടർമാര് പറയും ആളെ ഇറച്ചി തിന്നുന്നത് നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? പച്ചക്കറി. ഇപ്പൊ പറയണ കാര്യം ഇനിയിപ്പോ ഇറച്ചി തിന്നാൻ ദഹിക്കില്ല. എന്താ വെജിറ്റേറിയൻ? ഏറ്റവും നല്ല ശരീരത്തിന് നല്ല ഭക്ഷണം
വെജിറ്റേറിയൻ ആണ് ഞാൻ പറയുമ്പോ പറയാണ് മൂസാ നബി ബനു ഇസ്രായേലിനെ കൊണ്ട് പോകവേ അവർക്ക് അല്ലാഹു മന്നും സെൽവയും ഇറക്കി കൊടുത്തു. എന്താ മന്നും സെൽവ? കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേരുമാണ്. ഇറച്ചിയും തേരും മുക്കി തിന്നപ്പോ നന്ദി കെട്ട ബനു ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട. മൂസാ നബിയേ, മൂസാ നബിയേ, ഇനി ഞങ്ങൾക്ക് പയറുമണിയും ഗോതമ്പ് സവാളയും പച്ചക്കറിയും മതി. ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനൂ ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ? തിരിച്ചു പറഞ്ഞ ഏറ്റവും വലിയ ഭക്ഷണം ഏതാ? നോൺ വെജാണ്. ഏറ്റവും താഴ്ന്ന ഭക്ഷണം വേണ്ട, വെജാണ്. അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി കഴിക്കാൻ പറഞ്ഞ അത് ഇപ്പോഴത്തെ കോഴി കടിക്കരുതെന്നാണ്. ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് എന്റെ പ്രസവം കഴിയും, പെട്ടനീക്കലും കഴിയും, 40 ദിവസം കൊണ്ട് പ്രായപൂർത്തിയാവുകയും ചെയ്യും, നമ്മുടെ വയറ്റിലാവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഹോർമോൺ. എന്നാൽ നല്ല നാടൻ കോഴി കഴിച്ച് ഉപ്പാപ്പായിരിക്കണം. കാരണം എന്താ? ഇത് ചിരിക്കാനല്ല കുട്ടികളെ, ഖുർആൻ പഠിക്ക്. ചെറുപ്പക്കാരെ ധാരണ എന്താ? ഇതേതോ പഠനങ്ങളിൽ മൂലിയാരും മുക്കറി ഓതാൻ പോയതാണ്. അല്ല മോനെ, ഇത് ശാസ്ത്രഗ്രന്ഥമാണ്. നാളെ തലച്ചെറിയിൽ അതാണ് വിഷയം. അല്ലാഹു ബോധം തരട്ടെ. ഞാനെല്ലാം പറഞ്ഞേനെ. എത്ര ശാസ്ത്രങ്ങൾ നമ്മുടെ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ 120 കോടി. ഇന്ത്യ ജനസംഖ്യ 120 കോടി. ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരിൽ. പെണ്ണുങ്ങളെ അല്പം ക്ഷമിക്കാൻ വാങ്ങുന്നത്. മുത്തല്യങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയില്ല. എന്റെ പൊന്നു മോനെ, എന്താ ജനസംഖ്യ 120 കോടി. ഇപ്പോഴും നിങ്ങൾ പച്ചക്കറി കടക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ പോയി പച്ചക്കറി കഴിഞ്ഞ് പരച്ചപ്പണം കഴിഞ്ഞ് നമ്മളിപ്പോ തിരുവനന്തപുരത്ത് എത്തി നോക്കി. യഥാർത്ഥത്തിൽ ജനസംഖ്യ, ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി. നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്. ശശികല ടീച്ചർ പറഞ്ഞു, ഖദീജ 10 പറയുമ്പോ കൗസല്യം കല്യാണി 1 പറക്കുന്നുള്ളൂ. അതുകൊണ്ട് കല്യാണി 10 പറയണം. എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒലിച്ചു പോകുന്നതാണ്. ശശികല ലോകത്തെ ഏറ്റവും വലിയ കള്ളം പറഞ്ഞു. ശശികല പറഞ്ഞു പച്ചക്കള്ളം. ശശികല പറഞ്ഞു പച്ചക്കള്ളമാണ്. കാരണം കല്യാണി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. പച്ചക്കള്ളമാണ്. കല്യാണി 10 പെറ്റാൽ പോലും ഇനി ഖദീജ 10 വെച്ചു, കല്യാണി 4 പെട്ടുള്ളൂ. എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം. ആ തോതിൽ പെട്ടാൽ, ഈ തോതിൽ കല്യാണി 4 ഖദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളെക്കാൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം. എന്തിനാണ് ഈ പാവങ്ങളെ പറഞ്ഞു? നീരൊക്കെ കെട്ടിട്ട് അന്തം വിട്ട് അന്താലിച്ചേക്കുന്നത് എന്തിനാ? ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ എനിക്ക് മറുപടി പറയുന്നത് കുറച്ചേ വിവിധ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ യൂനുസ് നബിയെ നീനവായിലേക്ക് പറഞ്ഞു വിടവേ യൂനുസ് നബിയെ പറഞ്ഞു വിട്ടത് 1,00,000 വരുന്ന ജനസംഖ്യയിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. ഉംറവിസക്കാരുണ്ട് 100,000 1,00,000 നീനവയിലെ ജനസംഖ്യ 1,00,000. ഇനി നമുക്ക് തുറന്ന് പഠിക്കാം. ഈ ഖുർആൻ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ശത്രു ആരാ? ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് മൂന്നാമത്തെ, ഏറ്റവും ലാസ്റ്റ് ഇബ്ലീസിനെ പറഞ്ഞു. രണ്ടാമത്തെ ശത്രു وكذلك جعلنا لكل نبي عدوا شياطين الانس والجن يوحي بعضهم الى بعض زخرف القول غرورا. അല്ലാഹു പറയുകയാ, 2 ശത്രുക്കളെ ഖുർആൻ പറയുന്നു. സമയത്തിന്റെ പരിമിതിയുണ്ട്. وكذلك جعلنا لكل نبي عدوا شياطين الانس والجن. രണ്ടാമത്തെ ശത്രു ശയാത്തീനൽ ഇൻസി, മനുഷ്യ പിശാച്. മൂന്നാമതാണ് ജിന്നിലെ പിശാച്. അത് മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു. ഈ ശത്രുവിനെ പോരാടാൻ 7 ആയുധവും ഖുർആൻ പറയുന്നുണ്ട്. തീരെ പറയും.
രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച. ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമത്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. പറ്റൂലേ? എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്തൊക്കെയാ? ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മൾ നടുവിലുണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താ ഉസ്താദേ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുക്കൾ? ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത്? മനുഷ്യ പിശാചുക്കൾ ധാരാളമുണ്ട്. മുസ്ലിമീങ്ങളുമുണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ ഹിസ്ബുൽ പ്രവർത്തകരടക്കമുള്ളവരോട് ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിനെ കാണുന്നുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയനിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുകൾക്കെതിരെ, അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കളുടെ ആണ്ട് നേർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ഗാനമേളയും നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. ഈ അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത്, 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിലാണോ ഇത്? ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി ഇതിന്റെ പേരിൽ എന്റെ ഇസ്ലാമീന്ന് പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഖാലിമാരെ അനുസരിക്കാത്ത, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കബറ കൊണ്ട് ജീവിക്കുന്ന ഭിക്ഷാന്തരികളോ ഏതെങ്കിലും ചെയ്തു കുട്ടിയാൽ അതിന് പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയോ ഉത്തരവാദികളല്ല. ഇവിടുത്തെ ഉൽപ്പതികൾ ഇത് പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും വലിയ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര മക്കബറകൾ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ തന്നെ തുറച്ചോക്കണം. സത്യം ആരേലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന് മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം, അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് നല്ലനാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കും. പറഞ്ഞാൽ ബസ്സിന് പറയാ എന്റെ പള്ളിയിൽ പറ്റി നിങ്ങൾക്ക് സൗകര്യം ഞങ്ങൾ ഇതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കളധികവും ജലാശയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമറാക്കളധികവും ജലാശയം അള്ളാഹുവിനെ പള്ളി വിളിക്കുന്നവൻ അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി. വരുമാനത്തിലേറെ തോന്നിവാസവും പള്ളിയിലെ കത്തി പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത 2 സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും മറ്റൊന്ന് വലിയ ജോലി. ഏത് സമയത്തും പറ്റില്ലേ പോയിക്കൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖരിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയത്തിനാ ഔ ലതൗദുന ഫീ മില്ലത്തിനാ. കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പലിശ മേടിക്കുന്ന ശുഐബ് നബി പറഞ്ഞപ്പോ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, അവിടുത്തെ വരേണ്യ വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ലനുഖരിജന്നക യാ ശുഐബ്, ഓ ശുഐബ് ഒന്നുകിൽ നിന്നെ ഞങ്ങൾ മഹല്ലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഔ ലതൗദുന ഫീ മില്ലത്തിനാ, ഞങ്ങളുടെ കൂടെ വല്ലദീന തൽഫാത്തിയ പറഞ്ഞു വായിച്ചു. ഖുർആൻ കാലികമാണല്ലോ. ഏതിന്റെയും അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബൂജഹലാണെങ്കിൽ അബൂജഹൽ തത്തതോടുകൂടി അള്ളാഹു പോരാടാൻ തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. സമയായോ? പൊന്നുമോനെ, അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന നിങ്ങൾ ചോദിക്കും ഉസ്താദേ അതിന്റെ കൂടെ കൂടുതലല്ലേ നല്ലത്? പെണ്ണെ, അത് കാണാനും ഗാനമേള കാണാനും ഓട്ടവാ. ആരാ ഓട്ടം നടത്തുക? ആ ഓട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ. ആ പ്രതിഫലം മനുഷ്യ പിശാചുകളോട് പോരാടിയാൽ സുബ്ഹിൽ സലാം പോലെ കുറെ ചെറുപ്പക്കാരിന് ഉയർന്നു വരണം. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെ. നന്നായിട്ട് മരിക്കാൻ പറ്റും. നന്നായിട്ട് മരിക്കാൻ പറ്റും. എങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും. ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാചിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെ പറഞ്ഞു. 2 എത്ര മണിക്ക് എത്തണം? നിങ്ങൾ പറയാം.
അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പൊളിച്ചു പുറകു ഞാൻ തന്നെ ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ ഇനി കേൾക്കുക. ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിൽ മനുഷ്യ പിശാചുക്കളും പോരാട്ട വീര്യം നടത്തി സമരപ്പറമ്പിന് ഏറ്റവും ഒരു ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ആ പിശാചിനെ കാണാനാ പോയി ഈജിപ്തിലുണ്ട്. അയാളെ കാണാൻ പോയി. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റിക്കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 വേണമെന്ന് പറഞ്ഞ കാവൽക്കാരൻ. ഞാൻ പോയി കണ്ടു. പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവന്റെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ 60 അടി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5 അടി 10 തന്നെ ഉള്ളൂ. പച്ച ഉണക്കക്കമ്പിൽ ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. എവിടെ? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. ആരാണ്? അവനാണ് പറഞ്ഞത് അനല്ലടി മുൽക്കു മിസ്റ വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നൈൽ പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ. എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ? ആരാ ചോദിച്ചത്? പണ്ഡിതന്മാരെ പറയുമ്പോ, ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ, ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, ഞങ്ങളാണ് പണക്കാര്. ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടനങ്ങനെന്ന് പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ, പരലോകം വരും ഫറോവ എന്ന് മൂസാ നബി പറഞ്ഞപ്പോ ഫറോവയ്ക്ക് മനസ്സിലായില്ല. അവസാന ചങ്ങടിൽ കിടന്നിട്ട് ഉപ്പുവെള്ളം കണ്ട് അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി, കാരണങ്ങളെ തെറ്റിപ്പോയി. ആ സമയത്താണ് ഫിറഔൻ പറയാൻ പോയത്, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? ഫഅഖറഹുല്ലാഹു നകാല ആഖിറതി വൽ ഊലാ. ജിബ്രീൽ വന്ന് തൊണ്ടക്കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി പറയണ്ടടാ, പറയാനുള്ള സമയം കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ്. ഈ ആഭാസം പാടില്ല, ഈ അശ്ലീലത പാടില്ല, ഈ അനാവശ്യം പാടില്ല, ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാവിയാരും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവരെ നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ, നന്നായിട്ടും മരിച്ചില്ല ഫറോവ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ ഫഅഖദഹുല്ലാഹു നകാല ആഖിറതി വൽ ഊലാ. ഓർമ്മ വേണം. ജിബ്രീൽ വന്ന് അണ്ണാക്കിൽ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സക്കറാത്തിന്റെ വേദനയിൽ കെലിമ പറയാനോ വേണ്ട. ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോ, 400 വർഷങ്ങൾക്ക് ശേഷം ഫറോവയെ കണ്ടെടുക്കപ്പെട്ടു. അവസാന പസഫിക് മഹാസമുദ്രത്തിൽ സമുദ്ര ഗവേഷകർക്ക് ഒരു മുടിക്കെട്ട് കിട്ടി. ആ മുടിയിപ്പടി മ്യൂസിയത്തിലുണ്ട്. ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു, ഒരു മുടി കിട്ടിയിട്ടുണ്ട്, ആരുടെ ഇടങ്ങളില്ല. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് വാങ്ങിച്ചത്. ഫറോവയുടെ തലയുടെ മറുഭാഗത്ത് ഫറോവയുടെ തലമുടിയടക്കം ലോകത്തിന്റെ ധിക്കാരികൾക്ക് പാഠമായി ഫറോവയെ കണ്ണാടി കൂട്ടി കിടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഫറോവ ചത്തത് ഏറ്റവും ഭീകരമായ മരണമാണ്. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ പട നയിച്ച ആളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. കലീമുല്ലാഹി മൂസ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയം? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിശാച്, ഇവിടെ മൂസ. നമ്മൾ ആരാവണം? കാലത്തിന്റെ മൂസയോ? നമ്മൾ ഫിറൗനാവരുത്. നമ്മളിപ്പോഴും ആരാ? നമ്മൾ ഫിറൗൻ. ആരടാ? ഞാൻ ആദ്യം പറഞ്ഞ ആളാരാ? ഫറോവേ. ഇപ്പൊ നമ്മളാരാ? എനിക്കപ്പുറത്തേക്ക് ഉയരാണെങ്കിൽ മുക്കറിയാണെങ്കിൽ ദേവാലയത്തിന് മത്താഫി തവാഫി ഉംറയുടെ വസ്ത്രം ഇട്ടായിരുന്നു, ഇഹ്റാമിന്റെ വസ്ത്രം. 2 ആജിയാക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായി. പോയ പള്ളിയിൽ അമീറായ ഉസ്താദ് പറഞ്ഞു, വഴക്കുണ്ടാക്കല്ലേ, ഹറമാണ്, ഉടുത്തിരിക്കുന്ന വസ്ത്രം കൂടി. എന്തോന്ന് അവിടെ ചെന്നാലും നമുക്കൊന്നും മാറില്ല. ഈ അനാനിയത്ത് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം എന്താ? ആ ഹജ്ജിന് പോയ ആള് അവൻ പള്ളിയിൽ വെള്ളിയാഴ്ച പൊക്ക് പൊക്കണ ആള്
അവിടത്തെ കുറവേ ഫിറൗൻ അബൂജഹലും ചത്തെങ്കിലും ലോകത്ത് പിന്നെയും വരൂലേ? വരുവോ? ആര് പറയണല്ലേ? ഖുർആൻ പറഞ്ഞു വകദാലിക ജഅൽനാ ലികുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ. ഖുർആൻ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ, ഓരോ ഗ്രാമത്തിലും ഒരു കിബറുള്ളവനുണ്ടാവും. അവനാണ് അബൂജഹൽ അല്ലെങ്കിൽ ഫിറൗൻ. ഹജ്ജിന് പോയാലും ആവില്ല. ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നുകിൽ അയാൾ നന്നാവും, ഇല്ലെങ്കിൽ രണ്ടാമത് കാബ് ഒന്നുകൂടെ കഴിവേണ്ടി വരും. രണ്ടാലൊന്നും നടക്കും. അവിടെ പോയാലും ആവില്ല. ഞാൻ അനുഭവസ്ഥന 204 പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു ഇൻഷാ അല്ലാഹ് ഇന്ന് അമീറായിട്ട് പോകും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു ഹജ്ജിന് പോയ ഒരു അമീറായിട്ട് പോയവരോട് ചോദിച്ചു, പക്ഷെ എന്താ ഹറം ഇതൊരു വിഷയമല്ല. എന്നാ മറുഭാഗത്ത് ഫിറൗൻ പറഞ്ഞു, മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ശ്രമിച്ച ആളാണ് ഫിറൗൻ. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വരെ എത്തിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്നാ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തൗബ ചെയ്യാൻ നടക്കൂലൂട്ടി. ഖുർആൻ ആളുകൾ വേണമെന്ന പെണ്ണുങ്ങളോട് ഹജ്ജിന് പോവില്ല, 50 വയസ്സ് കഴിഞ്ഞേ പോകുള്ളൂ. എന്തേ കാര്യം? തിരിച്ചു വന്നാൽ പിന്നെ ഹജ്ജ് ഉമ്മാന്ന് വിളിക്കും. വയസ്സ് കൂടുതലായിട്ട് 60 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക. നന്നാവൂല പെണ്ണെ, നന്നാവൂല. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവൻ മരിക്കുന്ന സമയത്ത് പറയാന്ന് വിചാരിച്ച നടക്കൂല. ഖുർആൻ വിഷയം വളരെ വിശാലാണ്. ഖുർആനിലേക്ക് ഇറങ്ങിയ ഒരു രസമാണ്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. അതിന്റെ ഇടയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുനിന്നും കേൾക്കുന്ന അവശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ചാലിയത്തെ അഹമ്മദ് കോയ ശാലിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തൂടെ കവിത ഉണ്ടായിരുന്നു. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുക. എന്നെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് നടന്നു നിൽക്കാൻ കുറെ പാതകളുണ്ട്. ഞാൻ ആ പാതയിലോട്ടുള്ള നടത്തത്തിലാണ്. ഞാൻ ലക്ഷ്യം എനിക്ക് വളരെ ദൂരെയാണ്. ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുഭാഗത്തോ ഇപ്പുറത്തോ ഇരുന്ന് അപശബ്ദം കേട്ടാൽ കുരച്ച നായോടും കടിച്ച പൂച്ചയോടും വർത്താനം പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയാറില്ല. ആ മറുപടി പറയാൻ നമുക്ക് സമയം, നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. അത്രയും സമയം നമ്മൾ പിന്നിപ്പോകും. അള്ളാഹു നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. ചിലർ പറയും ബാക്കി ഹെഡ് വെയിറ്റ് ആണ്, ചിലർ ഇപ്പൊ കുറെ കാശൊക്കെ ആയിപ്പോയി, ചില ആളുകൾ തലക്കരം ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചു കിടക്കുക. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ കുതിരപ്പുറത്താണ്. പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെടിക്കട്ടെ, അപ്പൊ അറിയാം അപ്പാറസുന്തഹത്തിരിക്കാം ഹിമാറു. കുതിരപ്പുറത്താണോ കഴുതപ്പുറത്താണോ നമ്മൾ ഇരുന്നത്? നമുക്കെന്തിനാണ്? അതൊരു മിസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോടുകാർക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോട് മേക്കൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഒരു ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തറ അറബി കോളേജിലെ ഹാഫിളായി ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ കോയ ഉസ്താദ് അള്ളാഹു ഖബറിടം വിശാലമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചനം തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, കോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് കൊതിയാവും. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും. വിൽക്കാൻ വേണ്ടി മുത്തലിങ്ങൾ പറഞ്ഞു. ഞാനും എന്നൊരു സുഹൃത്തുണ്ടോ വട്ടപ്പാറ മനുഷ്യ, നിങ്ങളുടെ മകൻകാരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. വേക്കൽ പള്ളി വലിയ സമ്പന്നന്റെ പള്ളിയാന്നാകട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കടക്കമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമയ്ക്കുമ്പോ പ്രസംഗിച്ചു. ലക്ഷ്യ കലണ്ടർ തരാം. സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലാണ്, ജുമാത്തുള്ളിയിൽ. കാരണം ആസക്തിമായിരിക്കുന്നത് പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. കബറും കപ്പത്തോണി പറഞ്ഞാലേ കായ് വിട്ടുപോയി. അങ്ങനെ പ്രസംഗം ചൂട് പിടിച്ചു. അതൊന്നും മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മണിയായി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം, ആളുകളുടെ ഇടയിൽ ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു ഇത് എന്തൊരു മനുഷ്യനാണ്. ഞാൻ പേടിച്ച് പറച്ചോടെ ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം. നിങ്ങൾ എന്തൊരു അഹങ്കാരി. പ്രസംഗിച്ചോണ്ടിരിക്കുന്നു,
പരസ്യമായിട്ട് ഇരിക്കവിടെ. എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇത് കോയ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാവരും പൈസ കൊടുക്കുന്നത്. പൈസയൊക്കെ വാങ്ങിച്ചു തന്നു. നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു. ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മുൻകൂടി മാനേജരാണ്, മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരായി ആളെ മക്കളാണ് എന്നോട്. അള്ളാഹുദത്തിന്റെ മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറിനെ വിശാലമാക്കി കൊടുത്തു. ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആൾ ഞങ്ങളുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മരിക്കുന്ന സമയത്ത് പറ്റൂല. എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പട നയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കരീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ചത്? കരീമുല്ലാഹി മൂസാ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. ഇസ്രായേൽ വന്നിട്ട് പറഞ്ഞു, കരീമുല്ലാഹി മൂസാ, നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസാ. മൂസാ നബി വരട്ടെ കൈയെടുത്തിട്ട് ഇസ്രായേലിന്റെ കരണത്താഞ്ഞിടിച്ചു. ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇസ്രായേലിനോട് ഓടിക്കാൻ വന്നു, ഒറ്റ അടി. മൂസാ നബി ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകടയിൽ അഹ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല, റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാ. ഇസ്രായേൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലെത്തി, അല്ലാഹുവേ, മരിക്കാനിട്ടമില്ലാത്ത ഒരാളെ റൂഹ് പിടിക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു അല്ലാഹ്? നിന്റെ മൂസയെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചു അസ്രായേൽ. കേൾക്കേണ്ട സംഭവമല്ല. അസ്രായേൽ വന്ന അങ്ങനെയല്ല. എന്ത് പറ്റി? ഇങ്ങോട്ട് നോക്ക്. ഞാൻ മറുപടി പറഞ്ഞ ശരിയാവില്ല. ഇന്നോ അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, ഇനി ചിരിക്കാൻ സമയമില്ല. വിഷയം അല്ലാഹുവേ, മരിക്കാൻ ഇട്ടില്ലാത്ത ഒരാളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു അല്ലാഹു? അടിച്ചിട്ട് എന്റെ കണ്ണു പൊട്ടിട്ടോ. അല്ലാഹു പറഞ്ഞു, അസ്രായേലേ, ഇത് കെട്ടുകഥയില്ല. റവാഹുൽ ബുഖാരി. അസ്രായേലേ, എന്റെ മൂസ അല്പം ദേഷ്യക്കാരാണ്. മൂസായോട് പോയൊരു കാര്യം പറയിപ്പിച്ച് മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. ഇല്ല, എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയും. എന്റെ മൂസയാണ്. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. മൂസ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ, ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അത് മുത്തല്യങ്ങളോട് ഞാൻ പറയുന്നത് ഉപദേശിക്കുകയല്ല. ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തേണ്ടത്. വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് ഒരു ചായക്കടയിൽ ചായക്കട ഡ്രൈവർമാരെ പറഞ്ഞു വിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ പരിപ്പോട് തിന്നുന്നതിനൊക്കെ പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ട് ഞാൻ പരിപ്പോട് തിന്നിട്ടുള്ളൂ. ചിലപ്പോൾ എനിക്ക് വാക്ക് പറയാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറിൽ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ ഇളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞിന്റെ വശം എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായന. മൂസ അടിച്ചു. ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറയും. അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നു. അല്ലാഹുവോട് പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, അല്ലാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാം. മൂസാ നബി പറഞ്ഞു, റൂഹ് പിടിച്ചോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. അസ്രായേൽ, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ഒറ്റ ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് ഖബറടക്കണമെന്ന് പറയാൻ കാരണം അറിയില്ല. എന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു വിഷയം പറയാൻ നേരിട്ട് പരത്തി വിശാലമായിട്ട് പറയാതെ പോയാൽ മനസ്സിനൊരു തെളിവെടുക്കും. എന്താണെന്നറിയില്ല.
മൂസാ നബിക്കറിയാം അതിനെയാണ് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഅ്റാജിന് പോകുന്നതെന്ന് മൂസാ നബിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റഅയ്തു മൂസാ മുസല്ലിയൻ ഫീ ഖബരിഹി. ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. റസൂലിന്റെ ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാ. അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുഴിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ കുഴിക്കുന്നത്? മനുഷ്യരല്ല, അല്ലാഹുവിന്റെ മലക്കുകളാണ് ഖബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നീണ്ടു നിവർന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം കണ്ടു മൂസാ. സ്വർഗത്തിന്റെ വിരിപ്പ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മറന്നു കിടക്കുമ്പോ ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ കഫൻ പൊതി തുണിഞ്ഞത് മലായികത്തുല്ലാഹ്. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായികത്തുകളോ. പണ്ട് ചെറുപ്പക്കാരാ, അഭിനവരാഗ ലോകത്തിന്റെ പേക്കൂട്ടുകളോട് രാതിയാവാണ്. കാലഘട്ടത്തിന്റെ കാലച്ചുവടുകൾ കണ്ടെറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാലത്തിന്റെ കാവലാളുകളാകാൻ ഫിറൗനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാ. പറ്റുമോ നമുക്ക്? കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചത് മലക്ക്. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്. പോരാടിയാൽ ഏറ്റവും നല്ല മരണം കിട്ടും. ഇനി എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്തെ പറയാം. അവസാനത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മറുഭാഗത്ത് മനുഷ്യ പിശാചാര, മറുഭാഗത്ത് മനുഷ്യ പിശാചാര അബൂജഹൽ. അബൂജഹൽ ബദറിന്റെ പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ? അങ്ങനല്ലേ? ആയത്തുണ്ടല്ലോ, അബൂജഹലിനോട് അല്ലാഹു പറഞ്ഞല്ലോ, നിന്നെ കൈകാര്യം നോക്കാതെയുള്ള വാദ. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്താൻ രാവിലെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റ് അർദ്ധ ഹാലിലാണല്ലോ. ഉറക്ക ചെറവിൽ എവിടെ എത്തിയത്? ഒരു ബിസ്ക്കറ്റിൽ ഉറങ്ങിപ്പോ നോക്കാൻ പറ്റില്ല. എന്താ നിന്റെ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തരം നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിലിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ വലിച്ചെറിയും അബൂജഹലേ. നിന്റെ ഈ മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ? ഹബീബായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിനെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ ഈ ആയത്ത് പറഞ്ഞില്ല അബൂജഹലെ നിർത്താൻ.
എന്നിട്ടിക്കൂടെ സഹോദരങ്ങളെ, ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം, എന്തായി ഒന്നുകിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ കുടുംബയിൽ പിടിച്ചിട്ട് ഞാൻ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നുകളുടെ തന്നെ. പെട്ടെന്ന് നമുക്ക് തിരിയാം. അവരെ പോലല്ലോ ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോളൂ. എന്നാ ആയുധം പറഞ്ഞു, ഇവർക്കതിന് പോരാടം ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് 30 ദിവസമാണ് ഞാൻ സുന്നിട്ടു എന്ന് പറഞ്ഞ കാര്യം. അള്ളാഹ് 30 ദിവസമാണ് ഞാൻ ഇല്ല, ഞാൻ സുന്നിട്ടു. പറ്റൂല. ആയുധം വേണ്ട പോരാടെ. എന്താ ആയുധം? ആയുധം അള്ളാഹ് തന്നെ പറയുന്നു. അതെന്റെ ജീവിതത്തിൽ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം നബി എവിടെ ഇറങ്ങി? ആദം നബി നിലമേര് വെച്ച് പറഞ്ഞു. ആദം നബി പിന്നെ ആദം നബി പിന്നെ മംഗളിയാനി കയറി ചന്ദ്രനിൽ പോയി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാം? ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ആദം നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദയല്ല ജദ്ദയാണ്. ആര് മലയാളികൾ കസറിട്ടത്? ജിദ്ദയല്ല ജദ്ദ. വെല്ലുമ്മ. അപ്പൊ അറബികൾ വെല്ലുമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യാപ്പാട് ആളുകളും. ഇവരുടെ കൂടെ ഒരു മഹാനം കൂടെ പുറത്തിറക്കിയല്ലോ. ആരാ? സമയത്ത് പറയാം. ഇബ്ലീസ്, നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങി? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയൊക്കെ. ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബീവി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാവും. അല്ലാഹുവേ, 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു, 100 വർഷം ഇരുന്ന് കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റ് ഹവ്വാ ബീവി. വനബത്ത മിൻ ദുമൂഇഹി, ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു. 1 അൽഊദ്, 2 വസന്തരു ചന്ദനം, 3 വസഞ്ചബീൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊദ് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 വസന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ്. ഇഞ്ചി, ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദം നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി ആദം നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലി ചവിട്ടിയ മണ്ണ് ഇന്ത്യയാണ്. വാപ്പസി എന്നത് തറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക് അല്ലേ? തറവാട്ടിലേക്കുള്ള മടക്കമാണെങ്കിൽ തറവാടിന്റെ ആദ്യത്തെ മുസ്ലിമിന്റെ നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാചകന്റെ നാട് ഇന്ത്യ. അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ, ഹിന്ദ്. ഭാര്യയുടെ പേര് ഹിന്ദ്, ഇന്ത്യ. എന്താ കുട്ടികളൊക്കെ പഠിക്കാൻ? അല്ലാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിനെ ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അല്ലാഹു അവനെ ആട്ടി ഓടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇബ്ലീസിനെ ജീവിതത്തിൽ ആട്ടി ഓടിക്കണം. ഓടിക്കോ? ഞാൻ പറയാം, ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം. ഓടിക്കോ? അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ നോക്കാം. കൈയുള്ളവരൊക്കെ പോക്കാം. സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മൾ പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഒരുത്തന്റെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതുന്നവർ 1-ാം നമ്പർ ശൈത്താൻ. പിന്നെ ഇബ്ലീസ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയാൽ ഓതുന്നവനാണ് 1-ാം നമ്പർ ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ഒന്ന് ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. ഇൻഷാ അല്ലാഹ്. ഉറപ്പാണല്ലോ? ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖളാഖിട്ടവൻ കിടന്നുറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നിങ്ങളെന്താ വിചാരിച്ച കായ് കൊടുക്കലാന്ന്? ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ ആർക്കറിയാത്തത്? ആരെങ്കിലും സുബഹി നമസ്കാരം കളാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെവിയില് ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം, രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞ നബിയുടെ മാന്യത കൊണ്ട് പറഞ്ഞതോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക, രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങൾ മാന്യത കൊണ്ട് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വലത് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കൽ വലത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് കത്ത് തന്നു, ഉസ്താദ് ദുആ ചെയ്യണം, എന്റെ ഭർത്താവിന് 4 പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഈ സദസ്സിൽ തന്നെ ഉസ്താദ് ദുആ ചെയ്യണം. അതെന്താന്ന് അറിയാണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് വെക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു, ഗ്യാസ് ഖുർആനിലൂടെ മോചനം ഗ്യാസത്തെ അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ആ 4 പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദ് വാദാക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വഴന്ന് പറഞ്ഞാൽ ദീർഘാവണം, വായും മുത്തൈതാകണം, കേൾക്കുന്നവരും ആ വളരെ ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിന്റെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം പോരാടാനുള്ളതാണ്. സുബഹിക്ക് എഴുന്നേൽക്ക്, സുബഹിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് 2 റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളിൽ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാ. കാരണം ബോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണി വരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണി വരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാർ. സുബഹി നമസ്കാരം ഒരു ജൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുജൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, പത്രേ, നിങ്ങൾക്ക് എന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങൾ ജൂതന്മാരെ തോൽപ്പിക്കുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ വെള്ളിയാഴ്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്തെന്നറിയോ? അന്നെന്റെ വിവാഹത്തിന്റെ 10ാം വാർഷികമാ. 6 മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ട് അന്നത്തെ ദിവസം വളരെ പോവാൻ പാടില്ല, അന്നത്തെ ദിവസം ദുആ ചെയ്യണം, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഒരു ആഗ്രഹം സാധുവിനുണ്ട്. അല്ലാഹുവേ, അവസാന സ്വർഗത്തിലെത്തുന്ന മണിയറയിൽ എത്തിക്കണേ അല്ലാഹുവേ. അവസാന നിർബന്ധത്തിന് സഹിക്കാൻ കഴിയാണെന്ന് ബഹ്റൈനിൽ ഒരു പരിപാടിയുണ്ട്. രാവിലെ 10:40 തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് എയറിൽ കയറി ബഹ്റൈനിൽ ഇറങ്ങി പ്രസംഗം കഴിഞ്ഞു. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കയറി 7-ാം തീയതി 6-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രസംഗത്തിനെത്തണം. യാത്രാ ക്ഷീണം കണ്ടെത്താൻ കയറുമ്പോഴേ ഗൾഫ് എയറിന്റെ ബിസിനസ് ക്ലാസ്സിലാ. ഞാനല്ലാതെ വേറൊരാള് ബിസിനസ് ക്ലാസ്സിലില്ല. ഇത് കേൾക്കുമ്പോ ചില ഉൽപ്പതിഷ്ഠികള് പറയുന്നയാള് ഗൾഫ് യാത്ര പറയാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. ഇത് നിങ്ങളുടെ കഴിവിലോട്ട് ഇറങ്ങാൻ പറയാ. ആ സമയത്ത് കയറുമ്പോ 3 സുന്ദരി പെണ്ണുങ്ങൾ, ആണ് ഒരു സുന്ദരനായ സുഖകരായ ചെറുപ്പക്കാരൻ ബിസിനസ് ക്ലാസ്സിലേക്ക് കയറി ചാരി കിടക്കും. എയർ ഹോസ്റ്റസ് വന്ന് മെനു തന്നു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഉറങ്ങാൻ പോവുകയാ, ഉറക്കമില്ല. നന്നായിട്ട് ചാരി കിടക്കവേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, സുബഹിന്റെ സമയമാകും, ഒന്ന് തട്ടി വിളിച്ചേക്കണം, കാരണം 6 മണിക്കാണ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത്. 2 ദൈവ സുബഹികളാവും. അത് പറഞ്ഞിട്ട് ഉറക്കത്തിന്റെ ക്ഷീണത്താൽ പ്രസംഗത്തിന്റെ ക്ഷീണമാണ് ഉറങ്ങിപ്പോയി. പാതിരാ സമയത്ത് ഈ ഗൾഫേർ പാതിരാത്രിയിൽ പാഞ്ഞു പോവുകയാ അന്തരീക്ഷത്തിലൂടെ. പെട്ടെന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്റെ മൊബൈൽ എന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. സാധാരണ വെച്ച് അലാറത്തിന്റെ ടൈമായപ്പോൾ അറിയാൻ അടിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേൽക്കുമ്പോ നാട്ടിലെ 4 മണി
സമയമായി സാധാരണ അലാറം അടിച്ചെടുത്തു. എഴുന്നേറ്റപ്പോ കേട്ടത് അതിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിക്കരയുന്നൊരു ശബ്ദമോ. ഞാൻ എന്റെ കണ്ണുകളെ കാതുകളെ വിശ്വസിക്കാതെ നോക്കിയപ്പോ പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആ എയർ ഹോസ്റ്റസിന്റെ നടുവിലിരുന്നു കൊണ്ട് ബിസിനസ് ക്ലാസിന്റെ നടുവിലുള്ള തറയിൽ ഞാൻ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസായ സുമകനായ ചെറുപ്പക്കാരൻ സുദൂതിൽ കിടന്ന് പൊട്ടിക്കരയുകയോ. ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോ ആ സമയത്ത് എയർ ഇന്ത്യ ഈ ഗൾഫ് എയറിന്റെ ഫ്ലൈറ്റ് 30,000 അടി മുകളിൽ പറക്കുകയോ. അറബിക്കടലിന്റെ മുകളിൽ 30,000 അടി മുകളിൽ പറക്കുമ്പോ ആ സമയത്താണ് താഴെ കിടന്ന് പൊട്ടിക്കരയുന്നത്. അല്ലാഹു മൻസുർ ഇഖ്വാനനാ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു മഖ്ബൽ മസാജിദനാ, ഞങ്ങളുടെ പള്ളികളെ നീ കാക്കണേ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തടന്നില്ല തുടങ്ങുമ്പോ കുറെ കഴിഞ്ഞപ്പോ സഹോദരങ്ങളെ ആ സമയത്ത് ഞാൻ ആ പടച്ചവനെ അല്ലാഹുവേ 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 ആ സമയത്ത് ഞാൻ നോക്കുമ്പോ അയാൾ എന്നെ തട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റു. അവിടെ ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചു നിസ്ലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ പുറത്തേക്ക് ഞാൻ നെയിം പ്ലേറ്റ് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് അഹമ്മദ് യാസീൻ ഷർഖി. അതാണ് അവന്റെ പേര്. ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ നിന്നാ? അറബി ഭാഷയിൽ അവൻ മറുപടി പറഞ്ഞു, ഫിലസ്തീൻ. ഞാൻ ഫലസ്തീൻകാരനാ. പാസ്പോർട്ട് ആണെങ്കിലും ഫലസ്തീനിയാണ് ഞാൻ. എന്റെ ഉമ്മയെയും എന്റെ സഹോദരങ്ങളെയും ചൂരന്മാര് കൊന്നൊടുങ്ങിയപ്പോ ജോർദാനിലേക്ക് ഓടിപ്പോയടാ. പൊന്നുമോനെ, അറബിക്കടലിന്റെ മുകളിലൂടെ 30,000 അടി മുകളിൽ ഫ്ലൈറ്റിൽ പറക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന വജ്രായുധമുള്ളതുകൊണ്ട് അമേരിക്കയുടെ ജാലസന്ധാനമായ ഇസ്രായേലിന് ഇന്ന് ഫലസ്തീനിലെ മക്കളെ തൊടാൻ കഴിയാത്തത്. അവരെ ഏറ്റവും വലിയ ആയുധമേടാ, അവരെ ആയുധമേടാ. ലോകത്തിലെ ന്യൂനപക്ഷമായ ഗസയുടെ മക്കളെ കൊന്നെടുക്കാൻ ബോംബുകൾക്കും വിയറ്റ്നാമിനെയും കംബോഡിയയെയും ചെച്ചിനെയും സോമാലിയെയും അഫ്ഗാനിനെയും ഇറാഖിനെയും തകർത്തെറിഞ്ഞ മലനിരകളെ തകർത്തെറിഞ്ഞ ബോംബുകൾക്ക് ഫലസ്തീനിന്റെ മക്കളെ കല്ലും കവണയും ഉപയോഗിച്ച് കുന്തിഫാറയിലൂടെ ചെറുത്തു നിൽക്കുന്ന മക്കളെ തോൽപ്പിക്കാൻ കഴിയാത്തത്. 30,000 അടി മുകളിലും നിസ്കരിച്ചിട്ട് പൊട്ടിക്കളയുന്ന ചെറുപ്പക്കാരനാ ഫലസ്തീന്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, തഹജ്ജുദിന്റെ കഥയാ. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പുറപ്പിന്റെ അടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ, ഇബ്ലീസിനെതിരെയുള്ള ഒന്നാമത്തെ പോരാട്ടം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെങ്ങളെ, സുബഹികളാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധ സുബഹിയാ. അല്ലാഹു നിലനിർത്തി തരട്ടെ. കൈപൊക്കിയവർക്കൊക്കെ ഒന്നുകൂടി കൈപൊക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ലാഭം, ഇത്രയും ചുമച്ചും കുറച്ചും പറഞ്ഞിട്ടും ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ലാഭം, ഇതിൽ ഒരാളിൽ ഈ പൊക്കിയതിൽ 10 പേര് നാളെ സുബഹിക്ക് വന്നാൽ മുഴുവൻ വരും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. 10 പേർ ആണല്ലോ ലാഭം. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കണം. വയസ്സ് സഹോദരങ്ങളെ സമയത്തെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്നുകൂടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായി വന്ന് രണ്ടാമത് ഇബ്ലീസിന്റെ അടുത്ത യുദ്ധം. ഓക്കേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകളായ മനുഷ്യരെ പഠിപ്പിക്കാൻ ഞാൻ ഇറങ്ങുകയാണ്. എന്റെ അടിമകൾ, നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ട്. ഫജഅലി മസാജിദാ, എനിക്കൊരു പള്ളി തരണേ അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ, നിന്റെ പള്ളിയിൽ ഹമ്മാമു കുളിമുറിയാണ്. നിന്റെ പള്ളി കുളിമുറിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബസ് സ്റ്റാൻഡിന്റെയും പഞ്ചരക്ഷ ഹോട്ടലിന്റെയും ലേഡീസിന്റെ ബാത്റൂമിന് ക്യാമറ ഉണ്ടായത്. നിന്റെ പള്ളി, നിന്റെ പള്ളി കുളിമുറിയാണ്. അപ്പൊ കുളിയുടെ മുമ്പിൽ ഒളിഞ്ഞോട്ടം അവസാനിപ്പിക്കുക. 2, അല്ലാഹുവേ, ഫജഅലി മജ്ലിസാ, നിന്റെ അടിമകൾക്ക് നിന്നെ സുരിക്കാൻ ഇങ്ങനെയുള്ള മജ്ലിസ് ഉണ്ടല്ലോ, എനിക്കും ഒരു മജ്ലിസ് താ റബ്ബേ. അല്ലാഹു പറഞ്ഞു, നിന്റെ മജ്ലിസ് അല്ല സുവാഖു, ചന്തകളാണ്, മാർക്കറ്റുകളാണ്. പണത്തിണ്ണയിൽ പോയിട്ട് ഫിത്നയും ഫസാദും പറയുന്നതാണ് നിന്റെ മജ്ലിസ്. കൈവങ്ങോ നിക്കരിക്കാൻ എളുപ്പം. ഇത് നിർത്താൻ പെണ്ണുങ്ങളെ
4 മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അയൽക്കൂട്ടം ഫിത്നയുടെ മജ്‌ലിസാണ്. അതുകൊണ്ട് തന്നെ ആരാണ് നിന്റെ മജ്‌ലിസ്? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ നിർത്തണം. ഇതാണ് ഇബ്ലീസിനെതിരെയുള്ള പോരാട്ടം. ഈ ആവശ്യമില്ലാതെ പള്ളിയിൽ തന്നെ വന്നിട്ട് പള്ളിയിലെ മുക്രിയുടെ മുരിയാരും മൂളിൽ കയറണം ഈ പരിപാടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശക്കുമ്പൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിൽ മുക്രി മുരിയാരും. അതുകൊണ്ട് ഇതിന്റെ ഇബ്ലീസിന്റെ ചിന്തയാ. മാത്രമോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അല്ലാഹുവിനോട് ആ സമയത്ത് ഇബ്ലീസ് ചോദിച്ചു, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പള്ളി ഹമ്മാമാണെങ്കിൽ ഫജഅലി മുഅദ്ദിനാ, പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ എനിക്കും ഒരു മുഅദ്ദിന വേണ്ടേ അല്ലാഹുവേ. എന്റെ മുഅദ്ദിനാരാണ് അല്ലാഹ്? 7 പള്ളിയിൽ ഒരു മുഅദ്ദിനുണ്ട്. എന്റെ പള്ളിയിലേക്ക് വിളിക്കാനുള്ള പിശാചിലേക്ക് വിളിക്കുന്ന മുഅദ്ദിന വേണം. അല്ലാഹു പറഞ്ഞു, നിന്റെ മുഅദ്ദിന നിന്റെ അടുക്കലേക്ക് ആളുകളെ വിളിക്കുന്നത് മോശമർത്ഥമുള്ള ലശാറു, മോശമായ അർത്ഥമുള്ള പാട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നോക്ക്, മോശം അർത്ഥമുള്ള അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്ക് അല്ലാഹു അക്ബർ. ഇബ്ലീസിന്റെ മജ്‌ലിസ് പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അർത്ഥമുള്ള പാട്ടുകൾ ഏതാണ്? അതേത് പാട്ട്? അതേത് പാട്ട? സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങളിൽ നീനൊന്ന് തരണേ. ഇതിനർത്ഥം പച്ച വിചാരം. എന്താ ഇതിനർത്ഥം? പച്ച വിചാരം. മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. വാള് കേൾപ്പിക്കൂല മക്കളെ, ഖുർആൻ കേൾപ്പിക്കൂല മക്കളെ. +2 പഠിക്കുന്ന മോള്, SSLC പഠിക്കുന്ന മോള് പാതിരാ സമയത്ത് ഇതുപോലെ ജനുവരിയുടെ തണുത്തുള്ള ഒരു രാത്രി എന്നിട്ട് അവള് പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഉറക്കമാണ്. ആ സമയത്ത് ഉറക്കം വരുമ്പോൾ അവൾ ഉറക്കം പോകാനൊരു പാട്ട് കേൾക്കുകയാ. ഏടാ പാട്ട്? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാണിയാണ്, കണ്ണു തുറന്നാണിയാണ്. 7-ാം പകലിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാണ് നിന്നെ നാമെന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകും ഭൂമിയിലെ. ആ സമയത്തിന് മേടിച്ചു കൊടുത്ത ഉപ്പോ ആ പെണ്ണ് വിചാരിക്കുകയാണ്, നാളെ കടപ്പുറത്ത് കണ്ണോട് കണ്ണ് ചേർത്തിട്ട് എന്നോടൊരു കാമത്തിന്റെ കഥ പറയാൻ ഇതുപോലൊരു കാമുകൻ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. ആ പെണ്ണ് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. ഖുർആൻ കേൾപ്പിക്കുക, ഖിറാഅത്ത് കേൾപ്പിക്കുക. മിൻ സുനനിൻ നബിയിൽ മുസ്തഫ. പിശാചിനോടുള്ള പോരാട്ടം. മോശമായ അർത്ഥമുള്ള പാട്ട് ഒഴിവാക്കണം. മുതലാവണുണ്ടോ? ഇതൊക്കെ ആരിന്റെ ഒരു സ്വകാര്യം കൂടെ നിങ്ങളോട് പയ്യെ രഹസ്യമായിട്ടൊരു വലിയ പരസ്യമായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്ക് കൂടെ പരസ്യമായിട്ട് നിങ്ങളോട് രഹസ്യം പറയട്ടെ. മോശമായ അർത്ഥമുള്ള പാട്ട് ഒറ്റ ഒരുത്തരും നന്നായിട്ട് വിളിച്ചിട്ടില്ല. മോശമായ അർത്ഥമുള്ള പാട്ട് ഒറ്റ ഒരുത്തനും ലോക ചരിത്രത്തിൽ നന്നായിട്ട് മരിച്ചിട്ടില്ല. നരകത്തിന്റെ ഏറ്റവും വലിയ തീയിൽ കിടന്നിട്ട് വല്ലാതെ ആഗ്നികുണ്ഡത്തിൽ അരിഞ്ഞൊടുങ്ങുമ്പോ ആ സമയത്ത് നരകത്തിൽ കിടന്നിട്ട് തീയിൽ കിടന്ന് കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ നരകവാസികളോട് നിങ്ങൾ വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കും. അപ്പൊ നരകത്തിൽ കിട്ടുന്ന വെള്ളമേതാ? ഹമീം എന്ന് പറയുന്ന തിളച്ചു പറയുന്ന ചീഞ്ചലമോ. ആ ചീഞ്ചലം ഒരു വെള്ളം കാണുമ്പോ അവിടേക്ക് നരകവാസികളോടും അവിടെ ചെല്ലുമ്പോ തിളച്ചു പറയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമോ. ആ ചീഞ്ചലത്തിന്റെ ചൂടേറ്റിട്ട് തൊലി കരിഞ്ഞു മാറിയിട്ട് അവന്റെ മാംസം മുഴുവനും ഉരുകി താഴോട്ട് വീണ് അവൻ അസ്ഥിപഞ്ജരമായി മാറും. ആ സമയത്ത് അവര് വീണ്ടും നരകത്തിലേക്ക് തിരിച്ചോടും. ഓടുന്ന വഴിയിലാണ് ദുനിയാവിന് ഓർമ്മ വരുന്നത്. എന്താ ദുനിയാവ്? ദുനിയാവിലെ സാധനം എത്ര ചൂടുള്ളതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ തണുക്കുമല്ലോ. ഹമീമ് തണുത്തിട്ട് കാതുവെന്ന് കരുതി ഇവര് വീണ്ടും തിരിച്ച് ഹമീമിലേക്ക് ഓടും. അപ്പൊ അവളുടെ മുഖം വീണ്ടും കരിഞ്ഞൊലിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹമീം എന്ന പുഴയുടെയും കത്തിക്കാളുന്ന നരകത്തിന്റെയും ഇടയിൽ നരകവാസികൾ ഇങ്ങനെ ഓടി നടക്കും. ഞാൻ പറഞ്ഞതല്ലോ, തൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ.